അഡീനിയം പ്ലാന്റ് എല്ലാം അടിച്ച് പൊളിച്ചങ്ങോട്ട് നിൽക്കുന്ന സമയത്താണ് നല്ല ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് മഴ നല്ല ശക്തമായിട്ട് പെയ്യുന്നത്. ഈ മഴ 1-2 മണിക്കൂറുകൾ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ മേലെ ആയി അങ്ങ് തൊരാതെ നിൽക്കുമ്പം ഡബിൾ പെറ്റൽസ് ആയിട്ടിരിക്കുന്ന അഡീനിയം പൂക്കളിൻ്റെ അകത്തേക്ക് നന്നായിട്ട് വെള്ളം പിടിച്ചു നൽകും. ഈ ഫ്ലവർ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അടുത്തുള്ള പൂമുട്ടുകളിലേക്കും അതിൻ്റെ കിളിർപ്പുകളിലേക്കും ചാഞ്ഞങ്ങ് അവിടെ നല്ല ശക്തമായ വെയിലിൽ അതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. പിറ്റേ ദിവസം അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് വിരിയാനുള്ള മുട്ടുകൾ കാണും, നല്ല കിളിർപ്പ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആയിരിക്കും. അപ്പം ഇതിങ്ങനെ അതിൻ്റെ പുറത്തോട്ട് കിടക്കുന്ന സമയത്ത് എന്തെന്നറിയോ, പിന്നെ ഇതിന് നന്നായിട്ട് വിടരാനോ അല്ലെ ആ കിളിർപ്പിന് നല്ല വായുസഞ്ചാരം ലഭിക്കാനോ ഒന്നും സാധ്യമല്ലാത്തത് കൊണ്ട് അതങ്ങനെ നിൽക്കുമ്പോഴാണ് പിറ്റേ ദിവസം പിന്നെയും ഇതുപോലെ മഴ പെയ്യുന്നത്. അപ്പോഴെന്ത് ചെയ്യും, ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ആ പൂവ് അവിടെ നിന്ന് ആ പ്ലാന്റിലോട്ട് തന്നെ അഴുകൽ രോഗമായിട്ടങ്ങ് വരും. പിന്നെ ആ പ്ലാന്റ് കുറേശ്ശെ അങ്ങനെ നശിക്കും. അതിനൊരു മുൻകരുതൽ എന്നതുപോലെ മഴക്കാല സീസണുകളിൽ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഈ സമയങ്ങളിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്ന് അധികം പൂക്കൾ ചാഞ്ഞ് നിൽക്കുന്ന അഴുകാറായി നിൽക്കുന്ന പൂക്കൾ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അഴുകി ഉണങ്ങി നിൽക്കുന്ന പൂക്കൾ എടുത്ത് മാറ്റി കളയുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ചെയ്ത് പ്ലാന്റ് അങ്ങ് വൃത്തിയാക്കി കഴിയുമ്പോൾ നന്നായിട്ട്, പിന്നെ ഇപ്പം മെയ് മാസം തുടങ്ങിയതേ ഉള്ളൂ, ഒരു മെയ് അവസാനം വരെയും ഒരു സെറ്റ് പൂക്കളൂടെ നമുക്ക് വിരിയാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും കഴിയും. പിന്നെ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് പിന്നെ ശക്തമായ മഴകളാകും. അപ്പോൾ അങ്ങും ഇങ്ങും ഇതുപോലെ പൂക്കൾ ചെറുതായിട്ട് ഉണ്ടായെന്ന് പറയാം. ചില പ്ലാന്റുകളിൽ പൂക്കൾ ഉണ്ടാകത്തേ ഇല്ല. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ഥിരമായിട്ട് മഴയത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിനെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് മഴക്കാല സമയങ്ങളിൽ പരിചരണം അതിന് ഒത്തിരി ആവശ്യമാണ്. എന്നാൽ മഴയത്ത് നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ അഴുകൽ രോഗം അതിൻ്റെ മേൽത്തണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പം നമ്മൾ പ്ലാന്റ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ചീയൽ രോഗം ഉണ്ടാകത്തില്ല. ഇടയ്ക്ക് സാഫ് തളിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇടയ്ക്കുള്ള ഈ മഴയുണ്ടല്ലോ, ഈ പ്ലാന്റിന് ഒത്തിരി സന്തോഷം കൊടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇവർ നല്ല ഉഷാറായിട്ട് വളർന്നു വരും. പക്ഷേ അധികം മഴ ഈ 2-3-4 മണിക്കൂറുള്ള മഴയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയാവോ, മുട്ടുകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി വരികയും ചെയ്യും. ചില പൂക്കൾക്കൊക്കെ നല്ലതായിട്ട് ചീയൽ വന്നിട്ടുണ്ട്. ഇത് 1-2 ദിവസത്തെ കഠിനമായ മഴ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ചില പൂക്കൾ അധികം ദിവസം നിൽക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അഴുകി പോവും. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് തൊടുമ്പോൾ തന്നെ ആ പ്ലാന്റുകൾ ഇങ്ങനെ അടർന്നടർന്ന് താഴോട്ട് വീഴുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും പ്ലാന്റിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നല്ല പോട്ട് മിക്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട്, വെള്ളം കെട്ടി നിൽക്കാത്തൊരു പോട്ട് മിക്സ് ആയതുകൊണ്ട് എത്ര മഴ പെയ്താലും അതിൻ്റെ കോഡക്സുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നെ അതിൻ്റെ മേൽത്തണ്ടിൽ നിന്ന് ഇതുപോലത്തെ അഴുകൽ രോഗം വരാതെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. മഴക്കാലയളവിൽ ഒത്തിരി അടീനെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അടീനത്തിൻ്റെ അടുക്കൽ നമ്മൾ ചെന്നിരിക്കണം. ഇത് കണ്ടോ, ഈ പൂവ് നല്ലൊരു ഭംഗിയുള്ള പൂവായിരുന്നു. ഉണ്ടായിട്ട് ഒരു 2 ദിവസം ആയതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തെ ഇതളുകൾക്കെല്ലാം വെള്ളം കെട്ടി നിന്ന് അത് ചീഞ്ഞ് അഴുകിപ്പോയി. ഇതൊരു നല്ലൊരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, എത്ര സൗന്ദര്യമുള്ള പൂക്കളായല്ലേ. പക്ഷേ ഈ പൂവിന് യാതൊരു പ്രശ്നവും വന്നില്ല. എന്താ കാരണം എന്നറിയാവോ, ഇത് നല്ല ഹൈറ്റുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ നല്ല ഇലഭാരമുള്ളതുകൊണ്ട് മഴ പെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇലകളുടെ ഭാരം കാരണം ഈ പ്ലാന്റ് അങ്ങ് ചാഞ്ഞ് താഴോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പൂക്കളിൻ്റെ മണ്ടയിലോട്ട് വെള്ളം വീണതെല്ലാം ഊർന്നങ്ങ് പോയി. കെട്ടി നിൽക്കാനുള്ള സൗകര്യം അതിന് കുറവായിരുന്നു. അങ്ങനെ നിന്നതുകൊണ്ട് ഇത് നല്ല പൂക്കളായിട്ട് തന്നെ ഈ പ്ലാന്റ് പൂക്കൾ വിരിഞ്ഞു. ഒത്തിരി സൗന്ദര്യമുള്ളൊരു പൂവല്ലേ, കണ്ടിട്ട് നമുക്കൊത്തിരി നല്ല കൊതി തോന്നുന്നില്ലേ. അപ്പോൾ ഇതുപോലത്തെ നല്ല പൂക്കളെയാണ് ഈ നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇവരുടെ സൗന്ദര്യം കണ്ടാൽ നമുക്ക് ഇവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടമാകത്തില്ലേ. അപ്പോൾ ഇതിങ്ങനെ രക്ഷപ്പെട്ടത് കേട്ടോ. ഇങ്ങനെ അങ്ങ് ചാഞ്ഞ് കിടന്നതുകൊണ്ട് ഇത് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇതിലും വെള്ളം കയറി നിന്നിട്ട് ഈ പ്ലാന്റും അഴുകിപ്പോയേന്. അപ്പോൾ അഡീനിയം പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്.
ഇന്നത്തെ ദിവസം നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ കണ്ടപ്പോൾ അത് നിങ്ങളിൽ ഒന്ന് എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റും. ഇത് ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് ആ പ്ലാന്റ് മുഴുവനും നശിച്ചു പോകാനായിട്ട് ഇടവരും. എനിക്കങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. പിന്നെ എല്ലാ പ്ലാന്റിലും ഒട്ടുമുക്കാലും പ്ലാന്റിലും എനിക്ക് ഇഷ്ടം പോലെ വിത്തുകൾ പൊട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ ഈ വിത്തുകൾ ഒത്തിരി സെയിൽ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെ സെയിൽ വീഡിയോ അത് നല്ലതായിട്ട് വിത്ത് വിളഞ്ഞ് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോഴേ ഇന്നത്തെ അടിയന്തരം വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ കേട്ടോ. ഇനിയും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.